സംസ്ഥാനത്ത് ലഹരി ഒഴുകുകയാണ്. കണ്ണൂർ പാപ്പിനിശ്ശേരിയിലും കഞ്ചാവ് വേട്ട. 5.5 കിലോ കഞ്ചാവുമായി UP സ്വദേശികളാണ് പിടിയിലായത്. വിൽപ്പനയ്ക്കായി ഒഡീഷയിൽ നിന്നെത്തിച്ച കഞ്ചാവാണ് ഇതെന്നാണ് പോലീസിന്റെ നിഗമനം. ഇതിനിടെ കണ്ണൂർ കൂട്ടുപുഴയിൽ ലഹരി മരുന്നുമായി യുവാവ് അറസ്റ്റിലായി. മിഥുൻ പിള്ള ചേരുന്നുണ്ട് വിവരങ്ങളുമായി. മിഥുൻ, കണ്ണൂരിൽ പാപ്പിനിശ്ശേരിയിൽ വലിയ രീതിയിലുള്ളൊരു കഞ്ചാവ് വേട്ടയാണ് ഉണ്ടായിരിക്കുന്നത്. മാത്രവുമല്ല, കൂട്ടുപുഴയിൽ ലഹരി മരുന്നുമായി ഒരു യുവാവ് അറസ്റ്റിലായിട്ടുമുണ്ട്. കണ്ണൂർ പാപ്പിനിശ്ശേരിയിൽ ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. പോലീസ് വാഹന പരിശോധന നടത്തുന്നതിനിടെ ബാഗുമായി നടന്നു വരികയായിരുന്നു ഈ രണ്ട് ഇതര സംസ്ഥാന തൊഴിലാളികൾ. ആ സമയത്ത് ഇവരുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നുകയും പോലീസ് ഇവരെ നിരീക്ഷിക്കുകയുമായിരുന്നു. ആ സമയത്ത് മുമ്പിൽ ബാഗ് കൊണ്ടുപോയിരുന്ന വ്യക്തി പെട്ടെന്ന് ബാഗ് മറച്ചു പിടിക്കാൻ ഒരു ശ്രമം നടത്തി. തുടർന്ന് പോലീസ് ഇവരെ പിടിച്ചു വെക്കുകയും ബാഗ് പരിശോധിക്കുകയുമായിരുന്നു. അതിൽ നിന്നാണ് 5.5 കിലോ കഞ്ചാവ് പോലീസ് പിടികൂടിയത്. സുശീൽ കുമാർ, റാം റത്തൻ സഹിനി എന്നിങ്ങനെ 2 UP സ്വദേശികളായ ആണ് പോലീസ് ഇക്കാര്യവുമായി ബന്ധപ്പെട്ട് പിടികൂടിയത്. ഒഡീഷയിൽ നിന്ന് കേരളത്തിലേക്ക് വിൽപ്പനയ്ക്ക് കൊണ്ടുവന്ന കഞ്ചാവാണിതെന്നാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം. ഇതിൽ ഈ 2 പ്രതികളെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കണ്ണൂർ കൂട്ടുപുഴ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ് ലഹരി മരുന്നുമായിട്ട് യുവാവിനെ എക്സൈസ് സംഘം പിടികൂടുന്നൊരു സാഹചര്യം ഉണ്ടായി. തുടർന്ന് പോലീസിനെ കൈമാറുകയും ചെയ്തിട്ടുണ്ട്. കർണാടക ഭാഗത്ത് നിന്ന് കേരളത്തിലേക്ക് സഞ്ചരിക്കുകയായിരുന്നു ഇയാൾ. തൃശൂർ സ്വദേശിയായ സ്റ്റെറിറ്റ് സെബാസ്റ്റ്യനെയാണ് പോലീസ് പിടികൂടിയത്. 360 ഗ്രാം ഹാഷിഷ് ഓയിലും 1.5 ഗ്രാം കഞ്ചാവുമാണ് ഇയാളുടെ കയ്യിൽ നിന്ന് പിടികൂടിയത്.